ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് കിഴികെട്ടി മാങ്ങ ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾ നൂഡിൽസ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മുളക് പൊടിയും എണ്ണയും ഉപ്പും കൂടെ ഒന്ന് ആക്കി അടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ചിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കും. എന്നിട്ടിത് തേക്കാനാണ്. ഇപ്പോൾ തേച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സൈഡിലും നല്ലോണം തേക്കണം. കുറച്ച് കൂടുതൽ തേച്ചോളം. എന്താ വെച്ചാൽ കിഴി കെട്ട് അടിക്കുമ്പോൾ അതിൻ്റെ മുളക് കുറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അധികം മുളക് പൊടി ഒന്നും ആവില്ല, അല്ലേ? എരിവൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ്. നല്ല കേട്ട് ഞാൻ പറയും. അതെ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ രണ്ടാമതോ മൂന്നാമതോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ രണ്ടാമതാണ് തോന്നുന്നു. ഇവിടുന്ന് ഞാൻ രണ്ടാമതാണ്. ഇവിടുന്ന് ഞാൻ മൂന്നാമതാണ്. ഇവിടുന്ന് ഞാൻ മൂന്നാമതാണ്. ഇവിടുന്ന് മൂന്നാമതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഗൈസ്, നമുക്ക് കിഴികെട്ടി അടിച്ച് നമ്മൾ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഭാഗത്തും കൂടെ അവിടെ ഞാൻ കുറച്ച് കുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് കുറച്ച് ഓട്ടോ തുറച്ച് കൊടുത്താൽ നമുക്ക് അവിടെയും കൂടെ മുളക് പൊടി ഒപ്പിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റൗണ്ട് എല്ലാം കൂടെ ഇവിടം തൊട്ട് ഇവിടം വരെ റൗണ്ട് ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ മുളക് പൊടിയിൽ കണ്ടെയ്ൻ ചെയ്യാം. നമ്മൾ ഒരു തുണി ഇനി നമുക്ക് ആവശ്യമുണ്ട്. പറഞ്ഞെടുക്കും ഇങ്ങനത്തെ തുണിയോ വേണ്ടെന്ന് കാറ്റ്. മനീഷ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ കാറ്റ് തേച്ച് കൊടുക്കുകയാണ്. മനീഷ പറഞ്ഞു നല്ല തുണി നമ്മൾ ഉപയോഗിക്കാത്ത തുടപ്പൊന്നും അല്ലാത്ത തുണിയാണ്. നല്ല തുണി നമ്മൾ അതായത് നല്ല ടേസ്റ്റുള്ള മസാല ആട്ടോ ഇത്. മസാല ഇത് കൂട്ടി നമ്മളെ കഷ്ണം ഉപയോഗിക്കാൻ പറ്റില്ല. ആ തുണി അങ്ങനത്തെ തുണി വേണം. ഇതാ അപ്പം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമുക്ക് കിഴികെട്ടി ആക്കാം. മാങ്ങേൻ്റെ കോലം കണ്ടില്ലേ? ഇങ്ങനെയാണ് മാങ്ങേൻ്റെ കോലം. നമുക്ക് കിഴി കിട്ടാം. അപ്പോൾ നമ്മളിവിടെ ഒരു തോർത്താണ് നിൽക്കുന്നത്. തോർത്ത് നമുക്ക് രണ്ടായിട്ട്. ഇത് ശരിക്കും നല്ല തോർത്താണ്, പക്ഷെ വേറെ നല്ല തുണി ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഇവിടെ കുറെ തോർത്ത്. തുണിയെല്ലാം തീർന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ഇന്നാണ് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയത്. നമുക്ക് മാങ്ങ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് രണ്ടാക്കി മടക്കണം, ഇല്ലെങ്കിൽ ഈ തോർത്ത് അടിക്കുമ്പോൾ കീറിപ്പോവും. അധികം മസാല ഞങ്ങൾ പുറകു വശത്തേക്ക് പോകാം. ഇതാണ് ഞങ്ങളെ വീട്ടിൻ്റെ പുറകു വശം. അപ്പോൾ നമ്മൾ ഈ അലക്ക് കല്ലിലാണ് കൊണ്ടുപോയി അടിക്കാൻ തുടങ്ങുകയാണ്. അപ്പം ഇതിവിടെയൊക്കെ മുളകാവുന്ന കാണുന്നുണ്ടാവും. കുറച്ച് നേരം ഞാൻ അടിക്കും, കുറച്ച് നേരം മനീഷ അടിക്കും, കുറച്ച് നേരം ജ്യോതി അടിക്കുകയാണ്. ഇനി പുറത്ത് പോകാണ്ട നോക്കണം. മനീഷ അടിച്ചോണ്ടിരിക്കണം. ഞാനടിക്കാം. ഞാനാട്ടോ അടിക്കുന്നത് ഗൈസ്. നമുക്ക് അടിക്കാം. അത്ര മതി. ഇനി പോവും, പുറത്ത് പോവും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ കുറച്ച് അടിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ആയിരിക്കും വരിക. നമുക്ക് കുറച്ചും കൂടെ മുളക് പൊടി ഉപ്പും നിങ്ങൾക്ക് വേണം തേക്കാം. പക്ഷെ ഇത്രയും ഒരു കിഴികെട്ടി മാങ്ങയിൽ തേക്കാൻ പറ്റൂ. നമുക്ക് വേണമെങ്കിൽ ഇതാ കിഴി കെട്ടി അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഞാൻ കഴിക്കാൻ പാടും കേട്ടോ. കൂട്ടിയിട്ട് കഴിക്കാം. ഇത് വെറുതെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ വേണമെങ്കിൽ ഇതിൻ്റെ തോല് ഇങ്ങനെ വിട്ടുണ്ടോ? തോല് വേണ്ടാത്തവർക്ക് ഇങ്ങനെ കളയാൻ പറ്റും. എല്ലാവർക്കും കൊടുക്കണ്ടേ? ടേസ്റ്റിലാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വീട്ടുകാർക്ക് മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് വന്നത്. മാങ്ങ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതിലധികം മസാല ഒന്നുമില്ല, പക്ഷെ നല്ല മസാല ഉണ്ട് കേട്ടോ. ഇനി ഈ ഒരു മാങ്ങേൻ്റെ അണ്ടില്ലേ, അതൊന്നുകൂടി നമുക്ക് അടിച്ചെടുക്കണം. ഞാനൊന്ന് പൊതിഞ്ഞിട്ട് അടിക്കാൻ പോവാണ്. നല്ലോണം അടിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം കിട്ടും. ഞങ്ങൾ അധികം കുറേ നേരം അടിച്ചില്ല, അതുകൊണ്ടാണ് അണ്ടീൻ്റെ മുകളിലത്തെ ഇത് പൊതിഞ്ഞ് വരാഞ്ഞത്. കൈ പൊട്ടി. ഇതാ അപ്പോൾ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് അണ്ടീൻ്റെ മുകളിൽ നിന്ന്.
കിട്ടാത്തതൊക്കെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ എടുക്കാം. ഇങ്ങനെ ചതഞ്ഞ് വന്നതിന് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അടിപൊളിയാണ്. ചതഞ്ഞു വന്നാണ് സൂപ്പർ. ഒക്കെ സൂപ്പർ ആണെങ്കിലും ചതഞ്ഞ് വന്ന ഒരു പ്രത്യേക ടേസ്റ്റാ. നമുക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് വരാം. കുറച്ചുള്ള 2-3 എണ്ണം അടിക്കുകയാണെങ്കിൽ നിങ്ങളെ വീട്ടുകാർക്ക് എല്ലാവർക്കും എത്തും. ശരിക്കും പച്ച കിട്ടിയില്ല. ബൈ. ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഇത് തിന്ന് ഇതും കൂടെ ഞങ്ങൾക്ക് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടുകാർക്ക് വേണ്ടി വേറെ ഒന്നും കൂടെ അടിക്കും.